ഇന്നത്തെ ജീവസന്ദേശ പഠനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദൈവത്തിൻ്റെ വചനം പഠിക്കേണ്ടതിൻ്റെ പ്രാധാന്യതയും ലളിതമായി അതെങ്ങനെ പഠിക്കാം, അർത്ഥവത്തായ ഒരു ധ്യാന സമയം എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചൊക്കെയാണ് നാം ചിന്തിച്ചു കൊണ്ടിരുന്നത്. എങ്ങനെ നമ്മുടെ ധ്യാന സമയം അർത്ഥവത്താക്കിയെടുക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്നത്. ഇതുവരെ നാം പഠിച്ചതിൻ്റെ വെളിച്ചത്തിൽ ദൈവവചനം പഠിക്കുവാനുള്ള ഒരു ആഗ്രഹം, ഒരു ഉത്സാഹം നിങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും അത് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ഇപ്രകാരം ഒരു ധ്യാന സമയം സാധ്യമാകൂ. പ്രതിദിനം ഉള്ള ഒരു ധ്യാന സമയം, അർത്ഥവത്തായ ധ്യാന സമയം. അതില്ലാത്തൊരു വ്യക്തി ആത്മീയ ജീവിതത്തിൽ ശുഷ്കിച്ചും മുരടിച്ചും പരാജയപ്പെട്ടും ഇരിക്കുന്ന വ്യക്തിയായിരിക്കും. ജീവനില്ലാത്ത ഒരു അവസ്ഥ, ആത്മീയ ജീവനില്ലാത്തൊരവസ്ഥ. കുടുംബത്തിൽ സന്തോഷമോ വ്യക്തി ജീവിതത്തിൽ സമാധാനമോ ഉണ്ടായിരിക്കുകയില്ല. ജീവിതത്തിലൊരു ദൃഢതയോ ഉറപ്പോ ഉണ്ടായിരിക്കുകയില്ല. ഇതെൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. ആത്മീയ കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് താല്പര്യം കാണിക്കും, പക്ഷേ ദൈവവചനം പഠിക്കുവാനോ ധ്യാനിക്കുവാനോ സമയമെടുക്കാത്തത് കൊണ്ട് ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ യാതൊരു ഉന്മേഷവും ഉണ്ടാകുകയില്ല. ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുവാൻ ശ്രമിക്കും, പക്ഷേ പരാജയമായിരിക്കും ഉണ്ടാവുക. എല്ലാ ദിവസവും അർത്ഥവത്തായൊരു ധ്യാന സമയം എങ്ങനെയാണ് ചെയ്യേണ്ടത്, ക്വയറ്റ് ടൈം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനുള്ള ചില പ്രായോഗിക മാർഗങ്ങൾ ഇന്ന് നമുക്കൊരുമിച്ച് ചിന്തിക്കാം. പ്രാർത്ഥനയോടെ ഇന്നത്തെ പഠനത്തിൽ പങ്കെടുത്താട്ടെ. ബൈബിൾ സ്വയമായി പഠിക്കുന്നതിന് സഹായകമായ ചില ലളിതമായ മാർഗങ്ങളാണല്ലോ ഈ ദിവസങ്ങളിൽ നാം ഒരുമിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 3 മാർഗങ്ങൾ നാം കണ്ടു കഴിഞ്ഞു. പഠിച്ചത്രയും മുഴുവൻ പഠിക്കുന്നത് വരെ താമസിക്കാതെ ഇപ്പോൾ തന്നെ പ്രാവർത്തികമാക്കുവാൻ തുടങ്ങി എന്ന് ഞാൻ കരുതട്ടെ. ഒന്നാമത്, പ്രാർത്ഥനയോടെ ബൈബിൾ പഠനം ആരംഭിക്കണം എന്ന് ഞാൻ പറഞ്ഞു. രണ്ടാമതായി, ബൈബിൾ വായിക്കുക. മൂന്നാമതായി, പഠിക്കുക. ഇന്ന് അതിപ്രധാനപ്പെട്ട മറ്റൊരു മാർഗം പറഞ്ഞുതരാം. അത് ബൈബിൾ ധ്യാനിക്കുക എന്നുള്ളതാണ്. പഴയ നിയമത്തിൽ ദൈവം തന്റെ ജനത്തെ പഠിപ്പിച്ച ഒരു മഹത്തായ കാര്യമാണ് വചനം ധ്യാനിക്കുക. ഈ പദപ്രയോഗം കൊണ്ട് വാസ്തവത്തിൽ നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്താണ്? ധ്യാനം എന്നതിന് മൂലഭാഷയിലെ വാക്കിന്റെ അർത്ഥം അയവിറക്കുക എന്നാണ്. റൂമിനേറ്റ്, ഒരിക്കൽ ലഭിച്ചതിനെ വീണ്ടും മനസ്സിലേക്ക് കൊണ്ടുവന്ന് അതിനെക്കുറിച്ച് വീണ്ടും ചിന്തിക്കുന്നതാണ് അയവിറക്കുന്നത്. പശു അയവിറക്കുന്നത് കണ്ടിട്ടില്ലേ? അതേ തത്വം. പ്രഭാതത്തിൽ തത്രപ്പാടോടെ കയ്യിൽ കിട്ടിയതൊക്കെ വെട്ടിവിഴുങ്ങിയ പശു വെയിൽ മൂത്തു കഴിയുമ്പോൾ ശാന്തമായി ഒരിടത്ത് കിടന്ന് ചവയ്ക്കുന്നു. യാതൊന്നും തിന്നാനില്ലാത്തിടത്ത് കിടന്ന് ചവയ്ക്കുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. നമുക്കറിയാം, നേരത്തെ കഴിച്ചതൊക്കെ വീണ്ടും വായിലേക്ക് കൊണ്ടുവരുന്ന ഈ പ്രക്രിയയാണ് അയവിറക്കുക എന്നത്. ചവച്ചരയ്ക്കും തോറും പശുവിന് തന്റെ വായിലെ ആഹാരത്തിന് രുചിയേറുന്നു. അതുപോലെ ദൈവവചനം ധ്യാനിക്കും തോറും അതിലെ സ്വാന്തനങ്ങളും ശാസനകളും വാഗ്ദത്തങ്ങളും നമ്മുടെ ജീവിതത്തെ കൂടുതൽ മധുരതരമാക്കുന്നു എന്ന് കാണുവാൻ സാധിക്കും. ദൈവം തന്റെ ജനത്തെ പ്രത്യേകമായി പഠിപ്പിച്ച ജീവിത ശൈലിയാണ് ധ്യാനം എന്നുള്ളത്. എന്നാൽ ഇന്ന് ക്രൈസ്തവരുടെ ഇടയിൽ ഈ വാക്ക് വളരെയേറെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. മത്സരിച്ചെന്ന പോലെ കരസ്മാറ്റിക് ധ്യാനങ്ങളിലും മറ്റും ബന്ധപ്പെട്ടോടുന്ന ജനങ്ങളെ കാണുമ്പോൾ ധ്യാനത്തെക്കുറിച്ചുള്ള അവരുടെ വികലമായ അറിവിനെ ഓർത്ത് സഹതപിക്കുകയല്ലാതെ എന്ത് ചെയ്യുവാൻ കഴിയും? ധ്യാനത്തെക്കുറിച്ച് ദൈവം തന്നെ മോശയിലൂടെ പറഞ്ഞിരിക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിന്റെ 6 മുതലുള്ള വാക്യങ്ങൾ. ആവർത്തനം 6:6 മുതൽ 9 വരെ. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിലിരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം.
അവയെ അടയാളമായി നിന്റെ കൈമേൽ കെട്ടണം. അവ നിന്റെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കണം. അവ നിന്റെ വീട്ടിൻ കട്ടിളകളിന്മേലും പടിവാതിലുകളിന്മേലും എഴുതേണം. യഹോവയിൽ നിന്നും ലഭിച്ച അത്യാശ്ചര്യകരമായ ഒരു പ്രസ്താവനയത്ര ഇത്. ഒരു കൽപ്പന എന്ന് വേണം പറയുവാൻ. ദൈവത്തിന്റെ വചനം കട്ടിളകളിന്മേലും പടിവാതിലുകളിന്മേലും എഴുതുവാൻ ദൈവം തന്റെ ജനത്തോട് ആജ്ഞാപിച്ചു. അതായത് അവർ എവിടേക്ക് തിരിഞ്ഞാലും ദൈവവചനം കാണണം. അത് അവരുടെ ചിന്തകളെയും അതിലൂടെ പ്രവൃത്തികളെയും സ്വാധീനിക്കണമെന്നതാണ് ദൈവം ഉദ്ദേശിച്ചത്. എപ്പോഴും കാഴ്ചയ്ക്ക് വിഷയീഭവിക്കുന്നതായിരിക്കുമല്ലോ നമ്മുടെ ചിന്തകളെയും പ്രവർത്തനങ്ങളെയും ഏറെ സ്വാധീനിക്കുന്നത്. ഇന്നും അങ്ങനെ തന്നെയാണ്. എങ്ങോട്ട് തിരിഞ്ഞാലും കാണുന്ന പരസ്യങ്ങളാണ് ഇന്നത്തെ തലമുറ വഴിതെറ്റിയതിന്റെ ഒരു പ്രധാന കാരണമെന്നാരെങ്കിലും പറഞ്ഞാൽ അത് തെറ്റാണെന്ന് പറയുവാൻ പ്രയാസമാണില്ലേ? റോഡിലും ടിവിയിലും മൊബൈൽ ഫോണിലും വെബ്സൈറ്റിലുമെല്ലാം കാണുന്ന പരസ്യങ്ങൾ, അത് എന്തും വിൽക്കുന്നതിന് പ്രത്യേക ശൈലിയിലുള്ള ചില പരസ്യങ്ങളുണ്ട് താനും. എപ്പോഴും കാണുന്ന കാര്യങ്ങൾ നമ്മെ സ്വാധീനിക്കുന്നു എന്നതിൽ സംശയമില്ല. വായിക്കുന്ന ഭാഗം നാം ധ്യാനിക്കണം. അതായത് ദിവസം മുഴുവൻ അയവിറക്കണം എന്ന് ചുരുക്കം. ദാവീദ് രാജാവ് തന്റെ അനുഭവത്തിൽ നിന്നും പറയുന്നത് ശ്രദ്ധിക്കുക. 1 സങ്കീർത്തനത്തിന്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ. ദുഷ്ടന്മാരുടെ ആലോചനപ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. നാം ഓരോരുത്തരും ഈ പറഞ്ഞതുപോലെ ചെയ്യണം. പ്രാർത്ഥനയോടെ ദൈവവചനം വായിക്കണം. വീണ്ടും വീണ്ടും കാണുവാനോ കേൾക്കുവാനോ കഴിയുന്നിടത്ത് അത് ഉണ്ടായിരിക്കണം. എന്നിട്ട് അതേക്കുറിച്ച് ചിന്തിക്കണം, ധ്യാനിക്കണം. എന്റെ അനുഭവത്തിൽ ചില വേദഭാഗങ്ങൾ ആഴ്ചകൾ തന്നെ ഞാൻ ധ്യാനിക്കാറുണ്ട്. ഞാൻ വായിച്ച ആ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന അത്രയും ലഭിച്ചു എന്ന സംതൃപ്തി ഉണ്ടായെങ്കിലേ ഞാനത് മാറ്റിവെക്കൂ. അങ്ങനെ അയവിറക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്നത് എത്ര വലിയ അനുഗ്രഹമാണെന്നറിയാമോ? അത് മാത്രമല്ല, ഞാൻ ആരോടെല്ലാം എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് പങ്കുവയ്ക്കുമോ അവർക്കെല്ലാം അനുഗ്രഹമായി കാണപ്പെടാറുണ്ട്. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന താങ്കൾക്ക് ഈ പഠനം അനുഗ്രഹപ്രദമാകുന്നതിന്റെ പ്രധാന കാരണവും അതുതന്നെയാണ്. ഏതെങ്കിലും ഭാഗം ബൈബിളിൽ നിന്നും വായിച്ചിട്ട് അതിൽ ഏതെങ്കിലും കാര്യം എനിക്ക് മനസ്സിലാകാത്തതായിട്ടുണ്ടെങ്കിൽ അവിടെയായിരിക്കും ഞാൻ എന്റെ ധ്യാനം ആരംഭിക്കുന്നത്. ചിലപ്പോൾ എത്ര ചിന്തിച്ചിട്ടും ഒരു എത്തും പിടിയും കിട്ടാതെ വരുമ്പോൾ അറിയാവുന്ന ആരോടെങ്കിലും ചോദിക്കുകയോ ആ ഭാഗത്തെക്കുറിച്ച് വിവരിച്ചിരിക്കുന്ന പുസ്തകങ്ങൾ വായിക്കുകയോ ചെയ്യും. ഇതെല്ലാം ധ്യാനത്തിന്റെ ഭാഗമാണ്. എനിക്ക് സംതൃപ്തി ഉണ്ടാകുന്നതുവരെ ഞാൻ ആ ഭാഗം ആവർത്തിച്ചാവർത്തിച്ച് വായിച്ചുകൊണ്ടിരിക്കും, ധ്യാനിച്ചുകൊണ്ടിരിക്കും. ചിന്തിക്കുവാനുള്ള ഒരു വലിയ കഴിവുമായിട്ടാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. വേണ്ടാത്തതെല്ലാം ചിന്തിച്ച് ചിന്തിച്ച് നാം എന്തുമാത്രം സമയമാണ് പാഴാക്കുന്നത്. ഒരു വേദഭാഗം ചിന്തിച്ച് അതിൽ നിന്നും ശക്തി പ്രാപിക്കുന്നത് എത്ര നന്നായിരിക്കും എന്ന് താങ്കൾക്കറിയാമോ? എന്റെ ചിന്തകളെ ശരിയായ വഴിക്ക് കൊണ്ടുവരുവാൻ ഒരിക്കൽ ഞാൻ രൂപപ്പെടുത്തിയ ചില ചോദ്യങ്ങളുണ്ട്. അതായത് എന്തെങ്കിലും ചിന്തിക്കുമ്പോൾ ഇനിയും പറയുന്ന ചോദ്യങ്ങൾ ഞാൻ എന്നോട് തന്നെ ചോദിക്കും. എന്താണ് ഞാൻ ചിന്തിക്കുന്നത്? ആയത് പ്രയോജനമുള്ളത് എന്തെങ്കിലും ആകുന്നുവോ? എന്റെ ചിന്ത ദൈവഹിതപ്രകാരമുള്ളതാണോ? ഇപ്പോൾ എനിക്ക് ചിന്തിക്കുവാൻ കഴിയുന്ന ഏറ്റവും നല്ല ചിന്തയാണോ ഇപ്പോൾ ഞാൻ മനസ്സിലിട്ട് താലോലിക്കുന്നത്? ഇതിനേക്കാൾ നല്ല മറ്റെന്തെങ്കിലും എനിക്കിപ്പോൾ ചിന്തിക്കാനുണ്ടോ? ഒരുപാട് സമയം യാത്രയ്ക്ക് ചെലവഴിക്കേണ്ടി വരുന്ന എനിക്ക് ഈ ചോദ്യങ്ങൾ ഏറെ പ്രയോജനപ്പെട്ടു. വചനം ധ്യാനിക്കുവാൻ ഒരുപാട് സമയം ലഭിച്ചതായി എനിക്ക് മനസ്സിലായി. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളായി തോന്നാം. എന്നാൽ എത്ര വലിയ പ്രയോജനമാണ് എനിക്കും മറ്റുള്ളവർക്കും അതുകൊണ്ടുണ്ടായത് എന്നറിയാമോ? പലപ്പോഴും യാതൊരു പ്രയോജനവുമില്ലാത്ത ഒരു 100 കൂട്ടം കാര്യങ്ങൾ തലയിൽ കയറ്റി ആവശ്യമില്ലാത്ത ചിന്തകൾ കൊണ്ടുവന്ന് പ്രയാസപ്പെടുകയും അല്ലെങ്കിൽ മറ്റുള്ളവരോട് മുഷിച്ചിൽ തോന്നുകയും ഒക്കെ ചെയ്യാറുണ്ട്. എന്നാൽ ദൈവവചനം ചിന്തിക്കുവാൻ ആരംഭിക്കുമ്പോൾ അവിടെ ലഭിക്കുന്ന അനുഗ്രഹം
വളരെയാണ്. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിൽ 8-ാം വാക്യം നാം വായിക്കുമ്പോൾ വിശുദ്ധ പൗലോസ് നാം ചിന്തിക്കുവാൻ സഹായകമായിട്ടുള്ള ഒരു വലിയ പട്ടിക തന്നെ നൽകുന്നുണ്ട്. സത്യമായതൊക്കെയും ഘനമായതൊക്കെയും രമ്യമായതൊക്കെയും നീതിയായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും ഒരു നീണ്ട ലിസ്റ്റ് പൗലോസ് അവിടെ തരുന്നുണ്ട്. ചിന്തിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ ഈ പറഞ്ഞതൊക്കെ ചിന്തിച്ചാൽ അതെ, അത് നമ്മെ ദൈവവചനത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ജീവിതാവശ്യങ്ങൾക്കായുള്ള യാത്രയിലായിരിക്കുമ്പോഴും ഭക്ഷണത്തിനും വിശ്രമത്തിനുമായി ഇരിക്കുമ്പോഴും ഉറക്കറയിൽ പ്രവേശിക്കുമ്പോഴും ഉണർന്നെഴുന്നേൽക്കുമ്പോഴും ഇസ്രായേൽ ജനങ്ങൾ ദൈവത്തിന്റെ അരുളപ്പാടുകളെക്കുറിച്ച് സംസാരിക്കണമായിരുന്നു. ഇന്നും ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ്. ദൈവവചനം ധ്യാനിക്കുന്നതിലൂടെ മാത്രമേ ദൈവിക പരിജ്ഞാനത്തിൽ വളരുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. സുഹൃത്തെ, പ്രഭാതത്തിൽ ജീവസന്ദേശം പരിപാടി ശ്രദ്ധിക്കുന്ന പലരും തങ്ങൾ അന്ന് കേട്ട വിഷയം മറ്റുള്ളവരുമായി ചർച്ച ചെയ്യുന്നത് എനിക്കറിയാം. ആദ്യകാലങ്ങളിലൊക്കെ ഈ പഠനം റേഡിയോയിലൂടെ മാത്രമേ ലഭ്യമായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ന് കേൾക്കുന്ന ഭാഗം ഒന്നുകൂടി കേൾക്കണം എന്ന താൽപര്യമുണ്ടെങ്കിൽ പോലും അടുത്ത 5 വർഷം കാത്തിരിക്കണമായിരുന്നു. എന്നാൽ ഇന്ന് ഈ പഠനം സിഡിയിലും മൊബൈൽ ഫോണിലും അതുപോലെ തന്നെ ഇന്റർനെറ്റിലുമൊക്കെ ലഭ്യമായതിനാൽ കേട്ടത് തന്നെ വീണ്ടും വീണ്ടും കേട്ട് ചർച്ച ചെയ്യുവാൻ നല്ല സൌകര്യമാണ്. പ്രഭാതത്തിൽ കേട്ട ഭാഗം സിഡിയിൽ കോപ്പി ചെയ്ത് കാറിലിട്ട് ജോലിക്ക് പോകുമ്പോൾ കേട്ട് അയവിറക്കുന്നവരെ എനിക്കറിയാം. ഇതൊക്കെ നല്ല നല്ല മാതൃകകളാണ്. ഞങ്ങൾ തന്നെ റേഡിയോ ഹോം എന്ന പേരിൽ ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുവാൻ ശ്രോതാക്കളെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ദൈവവചനം പഠിക്കുവാൻ ഈ തലമുറയ്ക്കുള്ള അത്രയും സൌകര്യം ഇന്നോളം ഒരിക്കലും ഉണ്ടായിട്ടില്ല. എന്നാൽ ദൈവവചനം അവഗണിക്കപ്പെട്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം മറക്കാൻ സാധിക്കുന്നില്ല. ദൈവവചന ധ്യാനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാത്തതുകൊണ്ടും അംഗങ്ങളെ അതിനായി പ്രോത്സാഹിപ്പിക്കാത്തതുകൊണ്ടുമാണ് മിക്കവാറും ക്രിസ്തീയ വിഭാഗങ്ങളിൽ ഇന്ന് നാം കാണുന്ന നിഷ്ക്രിയവും നിർജീവവുമായ അവസ്ഥ. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുവാൻ ശ്രമിക്കുകയല്ല. ഇത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങൾ മുഷിഞ്ഞു പോകാതിരിക്കാനായിട്ടാണ്. പ്രോത്സാഹിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ച് ശരിപ്പെടുത്തുവാൻ കഴിയുന്ന കാര്യങ്ങൾ കണ്ടുപിടിച്ച് ശരിപ്പെടുത്തുവാനുള്ള പ്രോത്സാഹനം മാത്രമാകുന്നു. എത്യോപ്യക്കാരൻ ഷണ്ണൻ തന്റെ രഥത്തിലിരുന്ന് യെശയ്യാ പ്രവചനം വായിച്ചതിനെക്കുറിച്ച് അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 26 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു. വാസ്തവത്തിൽ ഈ മഹാനായ മനുഷ്യൻ വളരെ താൽപര്യപൂർവ്വം അത് പഠിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു എന്ന് നാം വായിക്കുന്നു. പക്ഷേ താൻ വായിച്ച ഭാഗത്തിന്റെ പൊരുൾ മനസ്സിലാക്കുവാൻ അവന് കഴിഞ്ഞില്ല. പിന്നെയും പിന്നെയും വായിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അതേസമയം ദൈവവചനം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനെ, അതെ, ഫിലിപ്പോസിനെ പരിശുദ്ധാത്മാവ് ഷണ്ണന്റെ അടുത്തേക്ക് അയക്കുന്നു. ഈ മനുഷ്യനെപ്പോലെ താൽപര്യത്തോടെ ദൈവവചനത്തെ സമീപിക്കുന്ന ഓരോരുത്തർക്കുമായി ഇന്നും ദൈവം തക്ക മുഖാന്തരങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. വചനം ധ്യാനിക്കുന്ന വ്യക്തിയുടെ ഹൃദയം സന്തോഷത്താൽ നിറയും, മനസ്സ് ആനന്ദത്താൽ കവിയും. ധ്യാനത്തിന്റെ മാധുര്യമറിഞ്ഞ ഭക്തൻ ഇപ്രകാരം പാടി 16-ാം സങ്കീർത്തനത്തിന്റെ 7 മുതലുള്ള വാക്യങ്ങളിൽ, രാത്രികാലങ്ങളിലും എന്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ച് എന്റെ മനസ്സ് ആനന്ദിക്കുന്നു. എന്റെ ജഡവും നിർഭയമായി വസിക്കും. നിർഭയമായി വസിക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഒന്നത്രേ വചനധ്യാനം. 5-ാമതായി ബൈബിളിനെക്കുറിച്ച് മറ്റുള്ളവർ എഴുതിയിട്ടുള്ളത് വായിക്കുക എന്നുള്ളതാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. വചനം പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ചെയ്യുവാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റുള്ളവർ ബൈബിളിനെക്കുറിച്ച്, പ്രത്യേകിച്ചും പഠിക്കുവാൻ നാം ആഗ്രഹിക്കുന്ന ഭാഗത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ളത് വായിക്കുക. ഇത് വളരെയേറെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാകുന്നു എന്ന് ഞാൻ മുന്നമേ പറയട്ടെ. അല്പം മുൻപ് ഞാൻ പറഞ്ഞിരുന്നല്ലോ, മറ്റേതൊരു കാലത്തെക്കാളുമേറെ ദൈവവചനം പഠിക്കുവാനുള്ള അവസരം നമ്മുടെ ഈ തലമുറയിൽ ലഭ്യമായിട്ടുണ്ട് എന്ന്. ടിവിയിൽ കൂടിയും ഇന്റർനെറ്റിൽ കൂടിയും റേഡിയോയിൽ കൂടിയും ഇ ബുക്സ് വഴിയും പ്രസിദ്ധീകരണങ്ങൾ വഴിയും ഇന്ന് ലഭ്യമായിരിക്കുന്ന വചന പഠനോപാധികൾ അസംഖ്യമാണ്.
എന്നാൽ യാതൊരു പ്രമാണവുമില്ലാതെയും ദൈവവചന പ്രമാണങ്ങളെ ലംഘിച്ചും ബഹുജന മാധ്യമങ്ങളിലൂടെ, അതായത് മാസ് മീഡിയയിലൂടെ ദൈവവചനം പഠിപ്പിക്കുവാൻ ശ്രമിക്കുന്ന അനേകരുണ്ട്. 24 മണിക്കൂറും TV ചാനലുകളിലൂടെയും ഇന്റർനെറ്റ് റേഡിയോകളിലൂടെയും ഒക്കെ വളരെയേറെ ഇതിനുവേണ്ടി ശ്രമിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. ആയതിനാൽ ഈ അപകടകാരികളായ മാധ്യമങ്ങൾ ബൈബിൾ പഠനത്തിനായി തെരഞ്ഞെടുക്കുന്നതിൽ നാം വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലരും പറയുന്നത് കേൾക്കുവാൻ നല്ല രസവും സത്യമെന്ന് തോന്നുന്നവയുമാണ്. എന്നാൽ മുഴുവൻ സത്യവും പറയാത്തിടത്തോളം പറഞ്ഞത് കള്ളമാകുന്നു എന്നോർക്കണം. ഒന്നുകിൽ മുഴുവൻ സത്യം, പാതി സത്യമെന്ന് പറഞ്ഞൊരു സത്യമില്ല. ഉദാഹരണത്തിന്, സമൃദ്ധിയുടെ സുവിശേഷം പഠിപ്പിക്കുന്നവർ തന്നെ അവർ പറയുന്നതിൽ സത്യമുണ്ട്. എന്നാൽ കേൾക്കുന്നവരെ ആകർഷിക്കുന്നതിനായി മുഴുവൻ സത്യവും പറയാത്തതിനാൽ അവർ പറയുന്നത് കള്ളവുമാകുന്നു. മനുഷ്യരെ തെറ്റിപ്പിക്കുവാൻ അത് കാരണമാകുന്നു. ടിവിയിലും പരസ്യയോഗങ്ങളിലും ഇവർ തങ്ങളുടെ ശുശ്രൂഷയാൽ അത്ഭുതം അനുഭവിച്ചവരെ കാണിക്കുമ്പോൾ അതെല്ലാം കള്ളമാണെന്ന് ഞാൻ പറയില്ല. ദൈവം ഇന്നും അത്ഭുതം പ്രവർത്തിക്കുന്നു. തന്റെ അടുത്തേക്ക് വരുന്നവരെ അവൻ കൈവിടില്ല. എന്നാൽ ഈ പറഞ്ഞവരുടെ ശുശ്രൂഷയിൽ അത്ഭുതം അനുഭവിക്കുവാൻ ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ വന്നിട്ടും ഒരു മാറ്റവും സംഭവിക്കാതെ മടങ്ങിപ്പോയ എത്രയെത്ര പേരുണ്ട്. ഒരുപക്ഷെ അത്ഭുതം അനുഭവിച്ചവരെക്കാൾ ആത്മാർത്ഥതയുള്ളവരായിരുന്നിരിക്കാം അത് അനുഭവിക്കാതെ മടങ്ങിപ്പോയവർ. എന്നാൽ അവരെക്കുറിച്ചുള്ള ദൈവഹിതം മറ്റൊന്നായിരുന്നതിനാൽ ഇന്നും അവർ തങ്ങളുടെ വേദനയിൽ തുടരുന്നു. അങ്ങനെയുള്ളവരുടെ സാക്ഷ്യം കൂടെ പൊതുവായി പറയുമ്പോഴാണ് മുഴുവൻ സത്യമാകുന്നത്. അത് പറയിപ്പിക്കുവാൻ ശ്രമിച്ചാൽ പിന്നെ ആരും കൂടെ വരില്ല എന്നുള്ള ഭയം കൊണ്ടായിരിക്കാം ആരും അത് പൊതുവായി പറയിപ്പിക്കുന്നത് കേൾക്കാറില്ല. അല്ലെങ്കിൽ അത്ഭുതം അനുഭവിച്ചവരെല്ലാം പരിശുദ്ധരും അല്ലാത്തവർ മഹാപാപികളും എന്നാണ് മനുഷ്യർക്ക് തോന്നുന്നത്. ചിലർക്ക് ദൈവം വേദനയിൽ നിന്നും വിടുതൽ നൽകി അനുഗ്രഹിക്കും, സത്യമാണ്. വേറെ ചിലരെ ദൈവം വേദനയിൽ കൂടി നടത്തി അനുഗ്രഹിക്കും. രണ്ടും ദൈവത്തിന്റെ ഇഷ്ടമാണ്. ദൈവം അനുവദിക്കാതെ, ദൈവം അറിയാതെ നമ്മുടെ ഒന്നും ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല, പ്രത്യേകിച്ച് ദൈവമക്കളുടെ ജീവിതത്തിൽ. അത് തിരിച്ചറിയുന്നതാണ് നമ്മുടെ അനുഗ്രഹം. ദൈവവചനത്തെ തെറ്റായി വ്യാഖ്യാനിച്ച് പഠിപ്പിക്കുന്നവരെ നാം തിരിച്ചറിഞ്ഞ് ഒഴിവാക്കണം. അതിനുള്ള വിവേചനത്തിനായി നാം പ്രത്യേകം പ്രാർത്ഥിക്കണം. അല്ലാതെ യേശു എന്ന് പറഞ്ഞും ദൈവം എന്ന് പറഞ്ഞും ഭക്തി എന്ന് പറഞ്ഞും വരുന്ന എല്ലാവരെയും നാം കണ്ണുമടച്ച് അംഗീകരിക്കുകയല്ല വേണ്ടത്. ഞാൻ ഇത്രയും പറഞ്ഞതിന്റെ കാരണം അനേക പുസ്തകങ്ങളും അനേക മാധ്യമങ്ങളും ഇന്ന് ദൈവവചന പഠനത്തിനെന്ന് പറഞ്ഞ് നമുക്ക് ലഭിക്കാറുണ്ട്. അതൊക്കെ വളരെ വിവേചനത്തോടെ നാം പരിഗണിക്കേണ്ടതുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ ദൈവമക്കൾ എഴുതിയ അനേകം അനുഗ്രഹീത ഗ്രന്ഥങ്ങൾ ഇന്ന് നമുക്ക് ലഭ്യമാണ്. ഇന്ന് മലയാളത്തിലും ഇതെല്ലാം ലഭ്യമാണ്. ഇതൊക്കെ അച്ഛന്മാർക്കും പാസ്റ്റർമാർക്കും ഉപദേശിമാർക്കും വേണ്ടി ഉള്ളതാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. നാം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയാത്ത വാക്യങ്ങളുടെയും പദപ്രയോഗങ്ങളുടെയും അർത്ഥം നാം കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതിനായി ഈ പറഞ്ഞ പുസ്തകങ്ങൾ നമ്മെ സഹായിക്കും. ബൈബിൾ പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് വ്യാഖ്യാന ഗ്രന്ഥങ്ങളെക്കാൾ ആവശ്യം, അതായത് ബൈബിൾ ഭാഷ്യത്തെക്കാൾ ആവശ്യം ബൈബിൾ നിഘണ്ടു, ബൈബിൾ ഡിക്ഷണറി, ബൈബിൾ ശബ്ദസൂചി, അതായത് കൺകോർഡൻസ്, പഠന ബൈബിൾ, അതായത് സ്റ്റഡി ബൈബിൾ, പ്രത്യേകിച്ചും ഒത്തുവാക്യങ്ങളോട് കൂടിയത്. ഇവയൊക്കെ വളരെ ആവശ്യമാണ്. ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് വളരെയേറെ റെഫറൻസ് ബുക്സ്, സംശയനിവൃത്തി വരുത്തുവാൻ സഹായകമായ ബുക്സുകൾ ആവശ്യമാണ്. അത് ലഭ്യമാണ്. ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ പരിജ്ഞാനമുള്ള ദൈവദാസന്മാരുടെ നിർദ്ദേശം തേടുന്നത് നല്ലതാണ്. വചനം പഠിപ്പിക്കുന്നവരെ അന്ധമായി അംഗീകരിക്കുന്നത് അപകടമാണെന്ന് ഞാൻ പ്രത്യേകം ഒരു പ്രാവശ്യം കൂടെ പറയട്ടെ. എന്ന് കണ്ട് ആരെയും സംശയിക്കണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. മനുഷ്യരാണ്, തെറ്റുപറ്റുവാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരുടെ ചിന്താഗതികളും ആശയങ്ങളും ദൈവവചന വെളിച്ചത്തിൽ നമ്മുടേതായി ഉൾക്കൊള്ളാൻ കഴിയുമെങ്കിൽ അപ്പോഴാണ് നാം അവ സ്വീകരിക്കേണ്ടത്. അപ്പോൾ അത് നല്ലതായിത്തീരും. ഞാൻ ഈ പറയുന്ന പഠന പുസ്തകങ്ങൾ സഹായത്തിനും മാത്രം ഉപയോഗിക്കുക. ആരെങ്കിലും പറഞ്ഞിരിക്കുന്നത് അതുപോലെ കോപ്പിയടിക്കുന്നത് നമുക്ക് പ്രയോജനം ചെയ്യില്ല.
ആദ്യം നാം അത് വായിച്ച് പഠിച്ച് അതിൽ നിന്ന് സ്വയം പ്രയോജനം കൊള്ളണം. അങ്ങനെ ഉണ്ടായെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്കും പ്രയോജനമുണ്ടാകുകയുള്ളൂ. മറ്റുള്ളവരുടെ ആശയങ്ങൾ അറിയുന്നത് നല്ലതാണ്. ഇന്ന് വായിക്കുന്നതിനേക്കാൾ കൂടുതൽ കേൾക്കുവാനാണ് ആളുകൾക്ക് താൽപര്യം. ബൈബിൾ പഠനം മുഴുവൻ മൊബൈൽ ഫോണിൽ ശേഖരിച്ച് കേൾക്കുന്നവരെ എനിക്കറിയാം. നമ്മെ തന്നെ സജ്ജരാക്കുന്നതിനായി ഇതെല്ലാം സഹായകമാകുന്നു എന്നത് എത്രയോ നല്ല കാര്യം. ദൈവവചനം ധ്യാനിക്കുക. ദൈവവചനം മറ്റുള്ളവർ അതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വായിച്ച് പഠിക്കുക. ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അധികം അനുഗ്രഹം നൽകിത്തരും എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രാർത്ഥനയോടെ നമുക്ക് ഈ വചനം പഠിക്കുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം. ഇന്ന് നാം ഇതുവരെ ചിന്തിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് വിശ്വസിക്കട്ടെ. നമ്മൾ ധ്യാന സമയം, അർത്ഥവത്തായ ധ്യാന സമയം എങ്ങനെ സാധ്യമാകും എന്നതായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത്. പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കുക, ദൈവവചനം വായിക്കുക, ദൈവവചനം ധ്യാനിക്കുക. ഇതൊക്കെയാണ് നാം ചിന്തിച്ചത്. ഇതൊക്കെ പ്രാവർത്തിക ജീവിതത്തിൽ കൊണ്ടുവരുമ്പോഴാണ് അതിൻ്റേതായ പ്രയോജനമുണ്ടാകുന്നത്. അതുകൊണ്ട് ഇന്ന് നാം പഠിച്ചതിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്യുവാൻ പ്രത്യേകം ഇന്ന് തന്നെ ശ്രദ്ധിക്കുമല്ലോ. നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവം ഏൽപ്പിച്ചതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളെ മുൻപോട്ട് ചെയ്യാം, പ്രാർത്ഥിക്കാം. ഇന്ന് നാം പ്രാർത്ഥിക്കുവാൻ പോകുന്നത് നമ്മുടെ എല്ലാം കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. തലകളെ വണക്കിക്കാട്ടെ, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് തരുന്ന എല്ലാ നല്ല ദാനങ്ങൾക്കായും സ്തോത്രം. കർത്താവെ, ഭൂമിയിലുള്ള സകല കുടുംബങ്ങൾക്കും പേർ വരുവാൻ കാരണമായ ദൈവം നീയാകുന്നു. കുടുംബങ്ങളായി ഞങ്ങളെ നീ ആക്കിയിരിക്കുന്നത് നിന്റെ ഉദ്ദേശ നിവൃത്തിക്ക് വേണ്ടിയിട്ടാകുന്നു എന്ന് മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഓരോ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും എപ്പോഴും ഉണ്ടാകുവാൻ ഓരോരുത്തരെയും സഹായിക്കണമേ. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ശരിയാവണ്ണം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളർത്തുവാൻ അവരെ നീ സഹായിക്കണമേ. കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ അനുസരിച്ച് നല്ല ഭാവിയുള്ളവരായി തീരുവാൻ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ കർത്താവേ, സന്തോഷവും സമാധാനവും എപ്പോഴും നിലനിൽക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാകും. രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പ്രായാധിക്യത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ ഞങ്ങളുടെ ഏതൊരു സാഹചര്യത്തിലും എത്ര വലിയ പരിമിതികളിൽ കൂടി കടന്നു പോകേണ്ടി വന്നാലും അവിടെയെല്ലാം ഞങ്ങളോട് കൂടെയിരിക്കുന്ന ദൈവമാണല്ലോ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്നുള്ള അവിടുത്തെ വാഗ്ദത്തത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, ആശ്രയിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ അവിടുത്തെ സാന്നിധ്യം എപ്പോഴും അനുഭവിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബങ്ങളിൽ സന്തോഷവും സമാധാനവും ദൈവം നിലനിർത്തട്ടെ. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. അതിരുകൾ നീളും ആഴിയിനാഴം ആരളന്നീടും അതിനുടെ അതിരുകൾ നീളും ആഞ്ഞടിക്കും അലകളെ ഇന്ന് അനുപമ സ്നേഹം പാടൂ ആഞ്ഞടിക്കും അലകളെ ഇന്ന്
അനുപമ സ്നേഹം പാടൂ. ആകാശവിതാനം നിൻ കൈപ്പണി, അതിലുള്ള മേഘം നിൻ ചിത്രശാല. അതിശയം നാഥ നിൻ കൈവിരുത, അടിയണ വണങ്ങിടും നിന്നെ ഞങ്ങൾ. അതിശയം നാഥ നിൻ കൈവിരുത, അടിയണ വണങ്ങിടും നിന്നെ ഞങ്ങൾ. ടും മാരുതനെ നീ അഗ്നി പടർത്തിടുന്നതുപോലെ. ആർത്തടിച്ചിടും മാരുതനെ നീ അഗ്നി പടർത്തിടുന്നതുപോലെ. അനശ്വര സ്നേഹത്തിൻ തീനാളങ്ങൾ അടിയനിലെന്നും കത്തിക്കൂ നീ. അനശ്വര സ്നേഹത്തിൻ തീനാളങ്ങൾ അടിയനിലെന്നും കത്തിക്കൂ നീ. ആകാശവിതാനം നിൻ കൈപ്പണി, അതിലുള്ള മേഘം നിൻ ചിത്രശാല. അതിശയം നാഥ നിൻ കൈവിരുത, അടിയണ വണങ്ങിടും നിന്നെ ഞങ്ങൾ. അതിശയം നാഥ നിൻ കൈവിരുത,